ആര്യയുടെ വീടിന്റെ അടുക്കള. അടുപ്പിൽ തീ പുകയുന്നു. വലിയ ഓർഡറായ 200 കൊഴുക്കട്ടയും 100 വടയും ഉണ്ടാക്കുന്ന തിരക്കിലാണ് ആര്യയും രാഘവേട്ടന്റെ ഭാര്യയും. സുധി അരിപ്പൊടി വറുക്കാൻ സഹായിക്കുന്നു. ഉമ്മറത്ത് തയ്യൽ മെഷീന് മുന്നിലിരുന്ന് സ്കൂൾ യൂണിഫോം സ്റ്റിച്ച് ചെയ്യുകയാണ് സുചിത്ര. രാത്രി ഏറെ വൈകിയിട്ടും തുന്നൽ മെഷീന്റെ ശബ്ദം ഇടതടവില്ലാതെ കേൾക്കാം. തുന്നൽ മെഷീൻ നിർത്തി സുചിത്ര ക്ഷീണത്തോടെ കൈകൾ തിരുമുന്നത് കണ്ട് ആര്യ ഉമ്മറത്തേക്ക് കടന്നു വരുന്നു. ആര്യ സ്നേഹത്തോടെ സുചിത്രയുടെ ചുമലിൽ തൊട്ടുകൊണ്ട് പറഞ്ഞു, മോളെ സുചിത്രയെ, ഒത്തിരി ക്ഷീണിച്ചോ നീ? ഒരേ ഇരിപ്പ് ഇരുന്നിട്ട് കൈ കുഴയുന്നുണ്ടാവും അല്ലേ? സുചിത്ര നിരാശയോടെ. ഏയ്, കുഴപ്പമില്ല ആര്യേച്ചി. പക്ഷെ എനിക്കൊരു കാര്യം ആലോചിക്കുമ്പോൾ അത്ഭുതം തോന്നുകയാ. ഒരു പെണ്ണായി ജനിച്ച് കല്യാണം കഴിഞ്ഞ് വീട്ടുപണിയെ നോക്കി ഇരിക്കേണ്ട അവസ്ഥയിൽ നിന്നും ചേച്ചിക്ക് എങ്ങനെയാ ഈ ധൈര്യം കിട്ടുന്നത്? എനിക്കും ഡിഗ്രി കഴിഞ്ഞിട്ട് വെറുതെ വീട്ടിലിരിക്കുമ്പോൾ വല്ലാത്ത നിരാശയാ. ആര് സങ്കടത്തോടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. സുചിത്രയെ, ഒരു പെണ്ണിന് സ്വന്തമായി വരുമാനമില്ലെങ്കിൽ അവൾക്ക് ഈ സമൂഹത്തിൽ ഒരു വിലയും ഉണ്ടാകില്ല. അത് സ്വന്തം വീട്ടുകാരാണെങ്കിലും ഇനി നാളെ നിന്റെ ഭർത്താവാണെങ്കിലും ആണുങ്ങളുടെ മുന്നിൽ കൈ നീട്ടാതെ സ്വന്തം അധ്വാനത്തിൽ നിന്ന് കിട്ടുന്ന ഒരു ചെറിയ തുകയുണ്ടല്ലോ, അത് നൽകുന്ന ആത്മാഭിമാനം വേറെ ഒന്നിനും തരാൻ കഴിയില്ല. സുചിത്ര പറഞ്ഞു. പക്ഷെ ചേച്ചി, ആളുകൾ നമ്മളെ പറ്റി പലതും പറയില്ലേ? ഉപജീവനത്തിന് വേണ്ടി തെരുവിൽ ഇറങ്ങുമ്പോൾ പരിഹസിക്കില്ലേ? ആര്യ ധൈര്യത്തോടെ പറഞ്ഞു. പറയുന്നവർ പറയട്ടെ. നമ്മൾ ജീവിക്കുന്നത് അവർക്ക് വേണ്ടിയല്ല, നമ്മളുടെ കുടുംബത്തിന് വേണ്ടിയാണ്. പെണ്ണുങ്ങൾ പട്ടിണി കിടന്നാൽ പരിഹസിക്കാൻ ഒരു നാട് മുഴുവൻ കാണും. പക്ഷെ അവർക്ക് ഒരു നേരം ആഹാരം തരാൻ ആരും വരില്ല. അതുകൊണ്ട് സ്ത്രീകൾ സാമ്പത്തികമായി സ്വതന്ത്രരാകണം. എനിക്ക് വലിയൊരു സ്വപ്നമുണ്ടായിരുന്നു മോളെ. സ്വന്തമായ ഒരു ബുട്ടിക്ക് തുടങ്ങണം. 10ൽ കൂടുതൽ പെണ്ണുങ്ങൾക്ക് ജോലി കൊടുക്കണം എന്നൊക്കെ. ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ വന്നപ്പോൾ അതൊക്കെ പൊടി പിടിച്ചു പോയി. പക്ഷേ ഇപ്പോൾ ഞാൻ തിരിച്ചറിയുന്നു, വീണുപോയ ഇടത്തു നിന്നാണ് നമ്മൾ പറന്നുയരേണ്ടത്. ആര്യയുടെ ആ വാക്കുകൾ സുചിത്രയ്ക്ക് വലിയൊരു വെളിച്ചമായി മാറുന്നു. അവൾ കൂടുതൽ ഊർജ്ജത്തോടെ വീണ്ടും തുന്നൽ ആരംഭിക്കുന്നു. അടുത്ത ദിവസം പ്രഭാതം. ഉണ്ടാക്കിയ പലഹാരങ്ങൾ ആര്യയും സുധിയും ചേർന്ന് ഹസൻകായുടെ കടയിൽ എത്തിക്കുന്നു. വൈകുന്നേരത്തോടെ ഹസൻക സന്തോഷത്തോടെ ആര്യയെ വിളിക്കുന്നു. ഹസൻക പറഞ്ഞു, മോളെ ആര്യ, രാവിലെ കൊണ്ടുകൊടുത്ത പലഹാരം കഴിച്ച് അസോസിയേഷൻ ഭാരവാഹികൾ വിളിച്ചിരുന്നു. അവർക്ക് അടുത്ത ആഴ്ച നടക്കുന്ന വലിയൊരു ഫംഗ്ഷനിലേക്ക് കുറച്ച് ഓർഡർ തന്നിട്ടുണ്ട്. അതുമാത്രമല്ല, അസോസിയേഷന്റെ പ്രസിഡന്റ് ഒരു സഹകരണ ബാങ്കിന്റെ ഡയറക്ടർ കൂടിയാണ്. നിനക്കൊരു ചെറിയ കടയൊക്കെ തുടങ്ങി ബിസിനസ് വലുതാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ബാങ്ക് വഴി ഒരു ചെറിയ മൈക്രോ ലോൺ ശരിയാക്കി തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സന്തോഷ വാർത്ത കേട്ട് ആര്യയും കുടുംബവും പുതിയ പ്രതീക്ഷകളിലേക്ക് കടക്കുന്നു. ആര്യയെ വീടിനുള്ളിൽ കയറി പരിഹസിച്ചപ്പോൾ ആര്യ മറുപടി കൊടുത്ത് പ്രകാശനെ ഇറക്കി വിട്ടിരുന്നല്ലോ. ആ നാണക്കേട് പ്രകാശന്റെ മനസ്സിൽ കനലായി എരിയുന്നുണ്ടായിരുന്നു. കവലയിൽ നിൽക്കുമ്പോൾ പ്രകാശന്റെ കൂട്ടുകാരൻ അവനൊരു വീഡിയോ കാണിച്ചു കൊടുക്കുന്നു. കൂട്ടുകാരൻ പറഞ്ഞു, എടാ പ്രകാശ, വഴിയിൽ വെച്ച് പലിശക്കാരൻ രാമനാഥൻ നിന്റെ പെങ്ങൾ ആര്യയോട് ബൈക്കിലിരുന്നു കൊണ്ട് ചീത്ത പറഞ്ഞതും അവൾ ചെവി പൊത്തി കരഞ്ഞതുമൊക്കെ ആരോ ഫോണിൽ വീഡിയോ എടുത്തിട്ടുണ്ട്, ഇത് കണ്ടോ? വീഡിയോ കണ്ടതും പ്രകാശന്റെ ഉള്ളിൽ ഗൂഢമായ സന്തോഷം നിറയുന്നു. പ്രകാശൻ ഗൂഢമായ ചിരിയോടെ പറഞ്ഞു, ഇവൾക്ക് വലിയ അഹങ്കാരമല്ലേടാ. ഞാൻ നാളെ നാട്ടുകാരുടെ മുന്നിൽ നാണം കെടുത്താം. ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ഇട്. കടം വാങ്ങി മുങ്ങിയ പെണ്ണിന് പലിശക്കാരൻ്റെ മാസ കിഴുക്ക് എന്ന് തലക്കെട്ടും കൊടുക്ക്. അവൻ ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നു. നിമിഷ നേരം കൊണ്ട് അത് വൈറലാകുകയും ആര്യയെപ്പറ്റി ആളുകൾ മോശം കമൻറ്റുകൾ ഇടുകയും ചെയ്യുന്നു. ഫോണിലെ ദൃശ്യങ്ങളും മോശം കമൻറ്റുകളും കണ്ടതോടെ ആര്യ തകർന്നു പോകുന്നു. ഇത്രയും നാൾ ധൈര്യത്തോടെ പൊരുതിയ അവൾ തറയിലിരുന്ന് പൊട്ടിക്കരയുന്നു. ആര്യ ഏങ്ങലടിച്ചുകൊണ്ട്, എനിക്ക് വയ്യ സുധിയേട്ടാ, ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? കുടുംബം നോക്കാൻ അധ്വാനിച്ചതാണോ തെറ്റ്? ഇനി ഞാൻ എങ്ങനെ തല ഉയർത്തി നടക്കും? സുധി ആര്യയുടെ തോളിൽ പിടിച്ച് ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, ആര്യ, നീ കരയരുത്. നീ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഈ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് മോശം കമന്റ് ഇടുന്ന ഒരുത്തിനും നിനക്ക് ഒരു നേരം ആഹാരം തന്നിട്ടില്ല. പട്ടിണി കിടന്നപ്പോഴും ഒറ്റയ്ക്ക് പൊരുതിയ പെണ്ണാണ് നീ. പ്രകാശനും രാമനാഥനും നിന്നെ തോൽപ്പിക്കാൻ നോക്കുമ്പോൾ നീ വീണു പോകരുത്. ഈ ക്യാമറയ്ക്ക് മുന്നിൽ തന്നെ നീ സത്യം പറയണം. സുധിയുടെ വാക്കുകേട്ട് ആര്യ തൻ്റെതായ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നു. ആര്യ വീഡിയോയിൽ സങ്കടവും ധൈര്യവും കലർന്ന സ്വരത്തിൽ പറഞ്ഞു, എന്നെ അപമാനിക്കുന്ന ആ വീഡിയോ കണ്ട് എല്ലാവർക്കുമായിട്ടാണ് ഞാൻ ഇത് പറയുന്നത്. അതെ, ആ വീഡിയോയിലുള്ളത് ഞാൻ തന്നെയാണ്. ഭർത്താവിന് ജോലിയില്ലാതായപ്പോൾ, കുഞ്ഞുങ്ങൾ വിശന്ന് കരഞ്ഞപ്പോൾ പലിശക്കാരൻ്റെ മുന്നിൽ അടിയറവ് പറയേണ്ടി വന്ന ഒരു സാധാരണക്കാരി. പക്ഷെ അതിനുശേഷമാണ് ഞാൻ എൻ്റെ കണ്ണീര് തുടച്ച് ജോലി ചെയ്യാൻ ഇറങ്ങിയത്. തുന്നൽ പണിയെടുത്തും പലഹാരങ്ങൾ ഉണ്ടാക്കി വിറ്റ് ഞാൻ എൻ്റെ കുടുംബത്തെ നോക്കുന്നു. സ്വന്തമായി അധ്വാനിച്ച് ജീവിക്കാൻ നോക്കുന്ന എന്നെപ്പോലൊരു പെണ്ണിനെയാണോ നിങ്ങൾ അപമാനിക്കുന്നത്? പെണ്ണുങ്ങൾ തോറ്റു കൊടുക്കാനല്ല, ജീവിച്ച് കാണിക്കാനാണ് പോരാടുന്നത്. ആര്യ ആ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നു. ആര്യയുടെ ആത്മാർത്ഥത നിറഞ്ഞ വാക്കുകൾ ആളുകളുടെ ഉള്ളിൽ തട്ടുന്നു. പെട്ടെന്ന് തന്നെ സോഷ്യൽ മീഡിയയുടെ മനോഭാവം മാറുന്നു. പ്രകാശന്റെ വീഡിയോയ്ക്കും പ്രകാശനും എതിരായി ആയിരക്കണക്കിന് ആളുകൾ കമന്റുകൾ ഇടാൻ തുടങ്ങുന്നു.
സത്യസന്ധമായി അധ്വാനിക്കുന്ന പെങ്ങളെ അപമാനിച്ചവനാണ് യഥാർത്ഥ നാണക്കേട്. ആര്യേച്ചി, നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട്. നാട്ടിലെ ഏറ്റവും വലിയ ദുരന്തം പ്രകാശൻ എന്ന അനിയനാണ്. ആളുകൾ പ്രകാശനെ രൂക്ഷമായി വിമർശിക്കാൻ തുടങ്ങിയതോടെ അവന് നാട്ടിലിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാകുന്നു. അത് കണ്ട് ആര്യ വീണ്ടും ഒരു കുറിപ്പ് പങ്കുവെക്കുന്നു. ആര്യ ആ പോസ്റ്റിൽ പറയുന്നത്: എന്നെ പിന്തുണച്ച എല്ലാവർക്കും നന്ദി. പക്ഷെ ആരെയും വ്യക്തിപരമായി അധിക്ഷേപിക്കരുത്. എൻ്റെ ലക്ഷ്യം ആരോടും പ്രതികാരം ചെയ്യലല്ല, കുടുംബം നോക്കലാണ്. ആര്യയുടെ ആ വലിയ മനസ്സ് കണ്ടതോടെ ആളുകൾക്ക് അവളോടുള്ള ബഹുമാനം ഇരട്ടിയാകുന്നു. സോഷ്യൽ മീഡിയയിലെ ഈ തരംഗം കാരണം നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആര്യയുടെ പലഹാരങ്ങൾക്കും തുന്നൽ ജോലികൾക്കും വലിയ രീതിയിൽ ഓർഡറുകൾ വരുന്നു. ബാങ്ക് മാനേജർ നേരിട്ട് ആര്യയുടെ വീട്ടിലെത്തി മൈക്രോ ലോൺ പാസാക്കിയ രേഖ കൈമാറുന്നു. ബാങ്ക് മാനേജർ പറഞ്ഞു: ആര്യ, നിങ്ങളുടെ ആത്മവിശ്വാസമാണ് നിങ്ങളുടെ ധനം. ഒരു ചെറിയ കട തുടങ്ങാനുള്ള ലോൺ പാസാക്കിയിട്ടുണ്ട്. ആര്യ പത്രത്തിൽ ഒപ്പിടുമ്പോൾ അവളുടെ കണ്ണിൽ ഇനി അപമാനത്തിന്റെ കണ്ണുനീരില്ലായിരുന്നു, മറിച്ച് ഒരു വൻ വിജയത്തിന്റെ തിളക്കമായിരുന്നു. രാമനാഥന്റെ ആഡംബര മുറി. സോഷ്യൽ മീഡിയയിൽ ആര്യ ഇടുന്ന വീഡിയോകൾക്കും പോസ്റ്റുകൾക്കും ലക്ഷക്കണക്കിന് ആളുകളുടെ പിന്തുണ ലഭിക്കുന്നത് കണ്ട് അവൻ കലി തുള്ളുന്നു. കമന്റ് ബോക്സിൽ നാട്ടുകാരും അപരിചിതരും രാമനാഥനെ അതിരൂക്ഷമായി തെറിവിളിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്നു. രാമനാഥൻ കയ്യിലിരുന്ന ഫോൺ മേശയിലേക്ക് എറിഞ്ഞുകൊണ്ട് പല്ലുറുമിക്കൊണ്ട് പറഞ്ഞു: വഴിയാധാരമായ ഒരു തയ്യൽക്കാരിക്കും അവളുടെ പിച്ചക്കാരൻ ഭർത്താവിനും കിട്ടിയ പിന്തുണ കണ്ടോ? നാട്ടുകാർ മുഴുവൻ എന്നെ തെറി വിളിക്കുകയാ. ഇവളിങ്ങനെ വളരാൻ വിട്ടാൽ എൻ്റെ പലിശ കച്ചവടം പൂട്ടിക്കും. അവൻ മേശവലിപ്പിൽ നിന്ന് പഴയ കുറച്ച് പ്രോമിസറി നോട്ടുകളും കള്ളക്കണക്കുകൾ എഴുതിയ ഡയറിയും പുറത്തെടുക്കുന്നു. രാമനാഥൻ ദുഷ്ടച്ചിരിയോടെ: ആര്യേ, നീ ജനങ്ങളുടെ പിന്തുണ വെച്ച് തുള്ളണ്ട. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ പ്രോമിസറി നോട്ടിലെ സംഖ്യ ഞാൻ മാറ്റി എഴുതിയിട്ടുണ്ട്. നീ വാങ്ങിയ തുകയുടെ 5 ഇരട്ടി. ഈ തുക ഇപ്പോൾ തന്നെ തന്നില്ലെങ്കിൽ നിന്റെ വീട് ഞാൻ ഇന്ന് ജപ്തി ചെയ്യും. ആര്യയുടെ വീട്ടുമുറ്റം. രാമനാഥനും അവന്റെ ഗുണ്ടകളും കാറിലെത്തി ഇറങ്ങുന്നു. സുധിയും ആര്യയും രാഘവേട്ടനും ഉമ്മർത്ത് നിൽക്കുമ്പോൾ രാമനാഥൻ അഹങ്കാരത്തോടെ വീടിനുള്ളിലേക്ക് കയറാൻ നോക്കുന്നു. രാമനാഥൻ അലറിക്കൊണ്ട്: എടാ സുധി, നിന്റെ പെണ്ണിന്റെ അഹങ്കാരം സോഷ്യൽ മീഡിയയിൽ കണ്ട് ഞാൻ പേടിക്കുമെന്ന് കരുതിയോ? ഇതാ പിടി നിന്റെ കടത്തിന്റെ കണക്ക്. മുതലും പലിശയുമായി 10 ലക്ഷം രൂപ. ഈ തുക ഇപ്പോൾ തരാനില്ലെങ്കിൽ ഈ നിമിഷം ഇറങ്ങണേ വീട്ടിൽ നിന്ന്. സുധി ഞെട്ടലോടെ: 10 ലക്ഷമോ? രാമനാഥ, ഞങ്ങൾ വാങ്ങിയത് വെറും 50,000 രൂപയാണ്. അതിൽ ഭൂരിഭാഗവും പലിശയായി അടച്ചതുമാണ്. നീ എന്താ ഈ കള്ളക്കണക്ക് പറയുന്നത്? രാമനാഥൻ വീടിന്റെ ആധാരം കാണിച്ച്: അതൊക്കെ ഈ ഒപ്പുവെച്ച പ്രോമിസറി നോട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പണം തരുന്നില്ലെങ്കിൽ ഇന്നിവിടെ നിന്റെ സാമാനങ്ങൾ മുഴുവൻ ഞാൻ പുറത്തെറിയും. രാമനാഥൻ സുധിയുടെ കുപ്പായത്തിന് കുത്തിപ്പിടിക്കുകയും വീട്ടുസാധനങ്ങൾ തല്ലി തകർക്കാൻ ആജ്ഞാപിക്കുകയും ചെയ്യുന്നു. ആര്യ തടയാൻ വരുമ്പോൾ രാമനാഥൻ അവളെ തള്ളി മാറ്റുന്നു. വീടിന്റെ ഒരു വശത്ത് മറിഞ്ഞു നിന്ന് രാഘവേട്ടന്റെ മകൾ സുചിത്ര തന്റെ ഫോൺ എടുത്ത് ഫേസ്ബുക്കിലും യൂട്യൂബിലും ലൈവ് ആരംഭിക്കുന്നു. സുചിത്ര ക്യാമറ രാമനാഥന്റെ നേരെ തിരിക്കുന്നു. രാമനാഥൻ അറിഞ്ഞില്ല അവൻ ചെയ്യുന്നത് മുഴുവൻ ലക്ഷക്കണക്കിന് ആളുകൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുകയാണ്. സുചിത്ര ലൈവിൽ വിറയ്ക്കുന്ന ശബ്ദത്തിൽ സംസാരിക്കുന്നു: സുഹൃത്തുക്കളെ, ദയവായി എല്ലാവരും ഈ ലൈവ് കാണുക. സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ആ വീഡിയോയിലെ പലിശക്കാരൻ രാമനാഥൻ ഇപ്പോൾ ആര്യേച്ചിയുടെ വീട്ടിൽ വന്ന് കള്ളക്കണക്ക് പറഞ്ഞ് അക്രമം കാണിക്കുകയാണ്. വീട്ടുസാധനങ്ങൾ തല്ലി തകർക്കുകയാണ്. ലൈവിൽ നിമിഷ നേരം കൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ കയറുന്നു. രാമനാഥൻ സുധിയെ തല്ലുന്നതും കള്ളക്കണക്ക് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നതും വ്യക്തമായി ക്യാമറയിൽ പതിയുന്നു. കമന്റ് ബോക്സിൽ ആളുകൾ കമ്മീഷണറെയും പോലീസിനെയും ടാഗ് ചെയ്യാൻ തുടങ്ങുന്നു. പെട്ടെന്നാണ് വീട്ടുമുറ്റത്തേക്ക് സൈറൺ മുഴക്കിക്കൊണ്ട് 2 പോലീസ് ജീപ്പുകൾ വന്ന് നിൽക്കുന്നത്. ഇൻസ്പെക്ടറും സംഘവും വേഗത്തിൽ ഇറങ്ങി വരുന്നു. തത്സമയം ലൈവ് കണ്ട ഉന്നത ഉദ്യോഗസ്ഥർ നൽകിയ ഉത്തരവ് പ്രകാരമാണ് പോലീസ് എത്തിയത്. ഇൻസ്പെക്ടർ രാമനാഥന്റെ കയ്യിൽ പിടിച്ച് തടഞ്ഞുകൊണ്ട് പറഞ്ഞു: നിർത്തട കളി, എന്താണ് അവിടെ നടക്കുന്നത്? രാമനാഥൻ അമ്പരപ്പോടെ: സാറേ, ഇത് എൻ്റെ കടക്കാരാണ്. കടം തരാത്തത് കൊണ്ട് ഞാൻ ആധാരം ചോദിച്ചു വന്നതാണ്. ഇൻസ്പെക്ടർ തന്റെ ഫോൺ കാണിച്ചുകൊണ്ട്: കടം ചോദിക്കാനാണോടാ നീ ഈ ഗുണ്ടകളുമായി വന്ന് അക്രമം കാണിക്കുന്നത്? നീ ചെയ്യുന്ന ഓരോ അക്രമവും നാട്ടുകാർ മുഴുവൻ ലൈവായി കാണുന്നുണ്ട്. ഇങ്ങോട്ട് കൊണ്ടുവാ അവന്റെ ഡയറിയും രേഖകളും. പോലീസ് രാമനാഥന്റെ കയ്യിലെ ഡയറിയും പ്രോമിസറി നോട്ടുകളും പരിശോധിക്കുന്നു. അതിൽ 50,000 എന്നത് 10 ലക്ഷമാക്കി തിരുത്തിയ കള്ളക്കണക്ക് വ്യക്തമായി തെളിയുന്നു. ഇൻസ്പെക്ടർ രാമനാഥന്റെ മുഖത്തടിച്ചുകൊണ്ട് പറഞ്ഞു: വ്യാജരേഖ ചമക്കൽ, ഭീഷണിപ്പെടുത്തൽ, വീട്ടിൽ കയറി അക്രമം നടത്തൽ, നിരോധിത പലിശ കച്ചവടം, കൈവിലങ്ങ് വെക്കടാ ഇവനെ. പോലീസ് രാമനാഥനെയും അവന്റെ ഗുണ്ടകളെയും ജീപ്പിലേക്ക് കയറ്റുന്നു. നാട്ടുകാർ ഒന്നടങ്കം പോലീസിനും ആര്യയ്ക്കും കൈയടിക്കുന്നു. രാമനാഥൻ പോലീസിന്റെ കൈകളിൽപ്പെട്ട് നാണം കെട്ട് ജീപ്പിൽ കയറുമ്പോൾ ആര്യ അവന്റെ മുന്നിലേക്ക് നടന്നെത്തുന്നു. ആര്യ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു: രാമനാഥ, പണം കൊണ്ട് ഏത് അനീതിയും ചെയ്യാമെന്ന് കരുതണ്ട. അധ്വാനിക്കുന്ന പെണ്ണിന്റെ കണ്ണുനീരിന് വലിയ വിലയുണ്ട്. എന്റെ നിയമപരമായ കടം ഞാൻ കോടതി വഴി അടച്ചോളാം. ജീപ്പ് പോകുമ്പോൾ ആര്യയും സുധിയും രാഘവേട്ടന്റെ കുടുംബവും പരസ്പരം നോക്കി ആശ്വാസത്തോടെ പുഞ്ചിരിക്കുന്നു. സോഷ്യൽ മീഡിയയിലെ ജനങ്ങളുടെ കരുത്തും ആര്യയുടെ സത്യസന്ധതയും ചേർന്ന് ആ വലിയ തടസ്സവും മറികടക്കുന്നു. രാമനാഥന്റെ വീടിന്റെ അടച്ചിട്ട മുറി.
പോലീസ് സ്റ്റേഷനിൽ നിന്ന് ജാമ്യത്തിലിറങ്ങി വന്ന രാമനാഥൻ ദേഷ്യം സഹിക്കാനാവാതെ മുറിയിലൂടെ നടക്കുന്നു. സോഷ്യൽ മീഡിയയിൽ തന്റെ മാനക്കേടും അറസ്റ്റ് വാർത്തകളും കണ്ട് അവൻ പല്ലു കടിക്കുന്നു. രാമനാഥൻ മനസ്സിൽ വിചാരിക്കുന്നു. കണ്ണുകളിൽ തീ ജ്വാലയോടെ പറഞ്ഞു, നാട്ടുകാരുടെ മുന്നിലും സോഷ്യൽ മീഡിയയിലും എന്നെ നാണം കെടുത്തിയല്ലേടി നീ. ഈ രാമനാഥനെ അഴിയണിച്ച ആദ്യത്തെ പെണ്ണാണ് നീ. നിന്നിങ്ങനെ വിട്ടാൽ പറ്റില്ല. നിന്റെ ഈ തയ്യൽക്കടയും പലഹാര കച്ചവടവും ഒക്കെ ഞാൻ പൂട്ടിക്കും. നിന്നെ ഈ തെരുവിൽ യാചകിയാക്കി നിർത്തിയില്ലെങ്കിൽ എൻ്റെ പേര് രാമനാഥൻ എന്നല്ല. അവൻ ദേഷ്യത്തോടെ മേശപ്പുറത്തിരുന്ന ഗ്ലാസ് തറയിലേക്ക് എറിഞ്ഞുടയ്ക്കുന്നു. ആ സമയത്താണ് വാതിലിൽ മെല്ലെ തട്ടി പ്രകാശൻ അകത്തേക്ക് കടന്നു വരുന്നത്. പ്രകാശൻ ചുറ്റും നോക്കി പേടിയോടെ, രാമനാഥേട്ടാ, ഞാൻ അറിഞ്ഞു പോലീസ് സ്റ്റേഷനിലെ കാര്യങ്ങളൊക്കെ. ആ ആരെയും സുധിയും കാരണം നിങ്ങൾക്ക് വലിയ നാണക്കേടായല്ലേ? രാമനാഥൻ ദേഷ്യത്തോടെ പ്രകാശന്റെ കുപ്പായത്തിന് കുത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, എടാ പ്രകാശ, നിന്റെ പെങ്ങളെ ഒതുക്കാൻ എന്ന് പറഞ്ഞ് വന്നതാണോ നീ? അവളുടെ കൂടെ ഉണ്ടായിരുന്ന ആ പെണ്ണാണ് എല്ലാ ലൈവ് വീഡിയോയും എടുത്ത് എന്നെ പോലീസിന് കാട്ടിക്കൊടുത്തത്. എൻ്റെ പണവും പോയി നാട്ടുകാരുടെ മുന്നിൽ നാണം കെടുകയും ചെയ്തു. പ്രകാശൻ അവൻ്റെ കൈ തട്ടി മാറ്റിക്കൊണ്ട് തന്ത്രപൂർവ്വം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, രാമനാഥേട്ടാ, ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. അവളിപ്പോൾ ബാങ്കിൽ നിന്ന് മൈക്രോ ലോണും എടുത്ത് ടൗണിൽ ഒരു വലിയ കട തുടങ്ങാനുള്ള പ്ലാനിലാണ്. അത് നടന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രണ്ടുപേര് വിചാരിച്ചാൽ അവളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പോൾ തന്നെ അവൾക്ക് അടുത്ത പണി കൊടുക്കണം. രാമനാഥൻ ആകാംക്ഷയോടെ, പറയടാ, ഇനി എന്താ നിന്റെ മനസ്സിലുള്ള പ്ലാൻ? പ്രകാശൻ അടുത്ത് ചെന്ന് താഴ്ന്ന സ്വരത്തിൽ, അവൾക്ക് ടൗണിൽ നിന്ന് കിട്ടിയ ആ വലിയ പലഹാരങ്ങളുടെ ഓർഡർ ഉണ്ടല്ലോ, അതിൽ കൈവയ്ക്കണം. ഉണ്ടാക്കി വെക്കുന്ന പലഹാരങ്ങളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ, അല്ലെങ്കിൽ അത് ഡെലിവറി ചെയ്യുന്ന വഴിയിൽ വെച്ച് തട്ടിക്കളഞ്ഞാൽ ആ ബേക്കറിക്കാർ അവളെ കേസ് കൊടുത്ത് അകത്താക്കും. കടയുടെ ലൈസൻസും പോകും, ബാങ്ക് ലോണും റദ്ദാക്കും. രാമനാഥന്റെ മുഖത്ത് ദുഷ്ടച്ചിരി പടരുന്നു. നല്ല പ്ലാൻ. അവൾ അധ്വാനിച്ചുണ്ടാക്കുന്ന സാധനങ്ങൾ അവളുടെ കൺമുന്നിൽ വെച്ച് തകരുമ്പോൾ അറിയണം ആരൊക്കെ രാമനാഥൻ ആരാണെന്ന്. പ്രകാശ, ഇതിനു വേണ്ട എല്ലാ സഹായവും ഞാൻ ചെയ്തു തരാം. ഈ പ്രാവശ്യം അവൾ പൂർണ്ണമായി തകരണം. രണ്ടുപേരും ചേർന്ന് ആര്യയുടെ പുതിയ ഓർഡറും അവളുടെ പ്രതീക്ഷകളും തകർക്കാനായി പുതിയ ചതി പ്ലാൻ ചെയ്യുന്നു. ആര്യയും കുടുംബവും ഓർഡറിനായുള്ള സാധനങ്ങൾ തയ്യാറാക്കുമ്പോൾ പ്രകാശനും രാമനാഥന്റെ ഗുണ്ടകളും ചേർന്ന് അത് തകർക്കാൻ വരുമോ? അത് ആര്യവരുടെ ഈ പുതിയ ചതിയും മുൻകൂട്ടി അറിഞ്ഞ് തിരിച്ചടിക്കുമോ? ഈ കഥയെക്കുറിച്ച് നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ. എനിക്കത് വലിയൊരു മോട്ടിവേഷൻ ആകും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ.